Praise the Lord. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്ന ജോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ कुछ समय पहले डिवाइन साधना केंद्र में जोश नामक एक व्यक्ति साधना में भाग लेने आया. കസേരയിൽ ഇരിക്കുന്ന എന്റെ മുമ്പിൽ जो मेरे सामने बैठा रखा हुआ जो कुर्सी पे അവൻ बैठा എന്റെ കാൽച്ചുവട്ടിൽ കാലിൽ കെട്ടിപ്പിടിച്ചിട്ട് और मेरे पैरों में जबरदस्त पकड़ते हुए എന്നോട് പറയാണ്, वो मुझसे कहा, അച്ഛാ തെറ്റിപ്പോയച്ചാ, फादर जी गलती हुआ मुझसे, എല്ലാത്തിന്റെയും കാരണക്കാരൻ ഞാനാച്ചാ. हर चीजों का कारण मैं ही हूँ. ഇത് ഇവൻ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞിട്ട് എന്റെ കാലിൽ കെട്ടിപ്പിടിക്കുക. इसी प्रकार दोहराते दोहराते बोलते हुए मेरे पैरों को जबरदस्त पकड़ा है. അല്പസമയം കഴിഞ്ഞപ്പോൾ थोड़ी समय के बाद എന്റെ കാലിൽ ഒരു നനവ് അനുഭവപ്പെട്ടു. मेरे पैरों में थोड़ा सा भींगा भींगा जैसे लगा. അവന്റെ കണ്ണുകളിൽ നിന്നും അനുതാപത്തിന്റെ കണ്ണീർ, ക്ഷമയുടെ കണ്ണീർ, സ്നേഹത്തിന്റെ കണ്ണീർ എന്റെ കാൽച്ചുവട്ടിൽ ഇറ്റിറ്റ് വീഴാൻ തുടങ്ങി. उनके आंखों से पश्चाताप का जो आंसू, प्रेम का जो आंसू, क्षमा का जो आंसू मेरे पैरों को भिंगा रहे थे. എനിക്ക് മനസ്സിലായി, मुझे ये बात समझ में आया, ഈ ധ്യാനത്തിലൂടെ കർത്താവ് എന്തോ കാര്യമായി ഇവന്റെ മനസ്സിൽ ചെയ്തിട്ടുണ്ട്. इस साधना के जरिए प्रभु ने उनका मन के लिए बहुत कुछ कार्य कर रखा है. ഇവന്റെ ജീവിതത്തെ മുഴുവൻ കർത്താവ് മാറ്റിമറിച്ചിട്ടുണ്ട്. इनकी जिंदगी को प्रभु ने बदल दिया है. ഞാൻ കുനിഞ്ഞ് അവനെ രണ്ട് കൈയിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് എന്റെ കസേരയിൽ ഇരുത്തി. मैंने झुककर उनको दोनों हाथों से पकड़ के उठाकर कुर्सी में बैठाया. ഞാൻ അവന്റെ മുഖത്തേക്ക് നോക്കി. मैंने उनके चेहरा की ओर അവന്റെ देखा. കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകയാണ്. उनके आंखों से आंसू बह रहा था. സ്നേഹമുള്ളവരെ, प्रियजनों, ആ കണ്ണീർ അനുതാപത്തിന്റെ കണ്ണീരാണ്. वो जो आंसू पश्चाताप का ആ आंसू था, കണ്ണീർ ക്ഷമയുടെ കണ്ണീരാണ്. वो जो आंसू क्षमा का ആ आंसू था, കണ്ണുനീർ സ്നേഹത്തിന്റെ കണ്ണീരാണ്. वो आंसू प्रेम का आंसू था. ഞാൻ അവനെ തലോടി ആശ്വസിപ്പിച്ചു. मैं उसे सलाहते हुए सांत्वना दिया. എന്നിട്ട് അവനോട് ഞാൻ ചോദിച്ചു, എന്താ ദോഷ കാരണം? उसके बाद मैंने पूछा कि क्या है इसका कारण. അപ്പൊ അവൻ പറയാണ്, तब उन्होंने कहा, അച്ഛാ, फादर जी, എന്റെ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. मेरे विवाह हुए कई वर्ष बीत गया. എനിക്ക് 3 ആൺമക്കളുണ്ട്. मेरा 3 बेटा है. കഴിഞ്ഞ 5 വർഷമായിട്ട് पिछले 5 सालों से എന്റെ ഭാര്യയും 3 മക്കളും എന്നെ വിട്ടു പോയിരിക്കുകയാണ്. मेरे पत्नी और 3 बच्चे मुझे छोड़कर गया. ഇളയ മകന്റെ ജനനത്തെ തുടർന്ന് तीसरे बच्चे के जन्म से അവന്റെ പിതൃത്വത്തെ ചൊല്ലി ആരംഭിച്ച വഴക്കാണ് ഇന്ന് ഭിന്നിപ്പിലേക്ക് നയിച്ചിരിക്കുന്നത്. उनके पितृत्व से संबंध शुरू किए हुए लड़ाई आज इस प्रकार हमें अलग करा दिया. അച്ഛാ, फादर जी, തെറ്റുപറ്റിപ്പോയച്ചാ, गलती हुआ फादर जी, എല്ലാത്തിന്റെയും കാരണക്കാരൻ ഞാനാച്ചാ. सब चीजों का कारण मैं हूँ फादर. അവൻ വീണ്ടും എന്നോട് ഇങ്ങനെ പറയാ. वो फिर से मुझसे इस प्रकार कह रहा था. ഞാൻ ജോസോട് പറഞ്ഞു, ജോസഫ് ധ്യാനം കഴിഞ്ഞല്ലോ, मैंने जोश से कहा, जोश तो साधना तो समाप्त हुआ നിനക്ക് ना. നേരെ നിന്റെ ഭാര്യയുടെ വീട്ടിൽ പോയി ഭാര്യയോട് ക്ഷമ പറഞ്ഞ് കുടുംബക്കാരോട് ക്ഷമ പറഞ്ഞ് മക്കളെയും കൂട്ടി പോകാമല്ലോ. तुम सीधा अपने पत्नी के घर जाकर उनसे क्षमा मांगकर, उनके घर वालों से क्षमा मांगकर अपने बच्चे और पत्नी के साथ लेकर अपने घर जाओ. അച്ഛാ, എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. फादर जी, मैं बहुत चाहता हूँ, പക്ഷെ ഞാൻ എന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് ഭാര്യയും മക്കളെയും കൂട്ടാനായിട്ട് ചെന്നു കഴിഞ്ഞാൽ അവരെന്നോട് വഴക്കുണ്ടാക്കും. लेकिन फादर जी, यदि मैं अपनी पत्नी के घर उन्हें अपने पास ले आने के लिए जाएंगे तो वो मेरे साथ फिर से लड़ जाएगा. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അറിയിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. यदि मैं वहां जाऊंगा तो तुरंत ही वो लोग बोल रखा है कि पुलिस स्टेशन में खबर देगा. അതുകൊണ്ട് അച്ഛൻ ഈ പ്രശ്നത്തിൽ ഒന്ന് ഇടപെടണം. इसलिए फादर जी, आप इस मामले में थोड़ा मदद करें. ഞങ്ങളുടെ അകന്നിരിക്കുന്ന ബന്ധത്തെ ഒന്ന് യോജിപ്പിക്കണം. हमारे जो अलग रहा पड़ने वाला इस परिवार को आप एक बार जुड़ा दीजिए. ജോസിന്റെ മുഖഭാവവും സംസാരവും അവന്റെ ആ അവസ്ഥ എല്ലാം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, जोश का चेहरा और उनके उदास, उनके दुख सब देखने पर मुझे एक बात समझ में आया. ഇവന്റെ ഈ പ്രശ്നത്തിൽ ഇടപെടാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. इनके समस्या में दाखिला होने के लिए ईश्वर के पवित्र आत्मा चाहते हैं. ഞാൻ ജോസിന്റെ ഭാര്യയുടെ നമ്പർ വാങ്ങിച്ചു. मैंने जोश का पत्नी की नंबर लिया. എന്നിട്ട് ജോസിനോട് ഞാൻ പറഞ്ഞു, उसके बाद मैंने जोश से कहा, നീ മുകളിലുള്ള ഗത്സമൻ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോയി 1 മണിക്കൂർ പ്രാർത്ഥിക്കുക. तुम ऊपर के जो कमरे गेत्सेमन मध्यस्थ प्रार्थना करने वाला उस कमरे में जाकर 1 घंटा प्रार्थना करो. ജോസ് തന്ന ആ ടെലിഫോൺ നമ്പറിൽ ഞാൻ ജോസിന്റെ ഭാര്യയുടെ വീട്ടിലേക്ക് വിളിച്ചു. और जब जोश वापस आया तो उस नंबर से मैंने फोन उनके पत्नी के घर में फोन किया. അന്ന് മൊബൈൽ ഫോൺ അധികം ഉപയോഗമില്ലാത്ത സമയമാണ്. उस समय मोबाइल फोन का इस्तेमाल ज्यादा नहीं हुआ करता था. ലാൻഡ് ഫോണിലാണ് ഞാൻ വിളിച്ചത്. लैंड फोन से मैंने फोन किया. ജോസിന്റെ ഭാര്യയുടെ അമ്മയാണ് ഫോൺ വിളിച്ചത്, എടുത്തത്. जोश की पत्नी की मां ने फोन उठाया. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് തടത്തിലച്ഛനാണ് വിളിക്കുന്നത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ जब डिवाइन साधना केंद्र से फादर तड़सिल बुला रहे सुनने पर അവർക്ക് എന്നോട് സ്നേഹമായി. उनको मेरे से प्यार हुआ. പക്ഷെ ഞാൻ ജോസിന്റെ കാര്യം പറയാനായിട്ട് തുടങ്ങിയപ്പോൾ लेकिन जब मैंने जोश के पत्नी के बारे में बोलने के लिए शुरू किया ആ അമ്മ എന്നോട് വളരെ ദേഷ്യപ്പെട്ടു. वो माँ मेरी और बड़ा गुस्सा किया. എന്നോട് പറഞ്ഞു, അച്ഛാ, അത് അവന്റെ ഒരു സ്വഭാവമാണ്. और उन्होंने मुझसे कहा कि फादर, उनके स्वभाव, അച്ഛൻ ഈ കാര്യത്തിനകത്ത് ഇടപെടല്. इस मामले पर फादर जी आप दाखिला ना हो. ഞാൻ എന്റെ മകളെയും മക്കളെയും അവന്റെ കൂടെ ഇനി വിടിയല. मैं अपने बेटी और बच्चों को उनके साथ फिर से मैं कभी नहीं छोड़ूंगा. കഴിഞ്ഞ നാളുകളിൽ ജോസ് മൂലം ആ കുടുംബത്തിനുണ്ടായതായ ഉപദ്രവങ്ങളെല്ലാം ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു. पिछले दिनों में उस जोश के जरिए उस परिवार में हुए सारे दुखी के बातों को उन्होंने कहा. ആ അമ്മ പറയുന്ന എല്ലാം സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. मुझे यह बात समझ में आ गया कि जो कुछ भी माँ बोल रही थी सब सच है. ഞാൻ എല്ലാം കേട്ടതിന് ശേഷം അമ്മയോട് തിരിച്ചിങ്ങനെ പറഞ്ഞു, मैं सब कुछ सुनने के बाद उस माँ से बोला, കഴിഞ്ഞ നാളിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായ രീതിയിൽ ജോസിന്റെ കാര്യത്തിൽ ഈ ആഴ്ചയിലെ ധ്യാനത്തിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. पिछले बार जो
पहले से जितना कुछ भी हुआ है उससे भी बहुत अलग प्रकार से जोश में अभी कार्य हुआ, साधना में उस भाग लिया। അതുകൊണ്ട് ഈ പ്രാവശ്യം അമ്മച്ചി ജോസിനോട് ക്ഷമിക്കണം. इसलिए इस बार माता जी आप उस जोश को क्षमा दे दीजिए। അമ്മ അതിന് തയ്യാറായില്ല. उस माँ उसके लिए तैयार नहीं हुई। ഞാൻ വളരെ സ്നേഹത്തോടു കൂടി പറഞ്ഞു, എന്നാൽ മകളുടെ കയ്യിലേക്ക് ഫോൺ ഒന്ന് കൊടുക്കാവോ? मैंने बड़े प्यार से कहा आप अपने बेटी के हाथ में फोन दे दीजिए। അമ്മ മകളുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തു. माँ ने बेटी के हाथ में फोन दिया। ഞാൻ പിന്നെ സംസാരിക്കുന്നത് ജോസിന്റെ ഭാര്യ മോളിയോടാണ്. मैं जोश के पत्नी मोली से बात कर रहा था। അമ്മ പറഞ്ഞതിനേക്കാൾ അല്പം കൂടി കട്ടിയായിട്ടാണ് മോളിയുടെ ഭാഗത്ത് എനിക്ക് ഇങ്ങോട്ടുള്ള പ്രതികരണം. जिस तरह माँ ने गुस्सा करके बात किया था उससे भी थोड़ा ज्यादा ही गुस्सा होते ही उसकी पत्नी जब बोली मेरे साथ बात की। അവളുടെ വിഷമങ്ങളെല്ലാം ഞാൻ ഫോണിലൂടെ കേട്ടിരുന്നു. उनके सारे दुख के बारे में मैं फोन के जरिए सुना। അവളുടെ അവസാനത്തെ കൺക്ലൂഷൻ എങ്ങനെയാണ്? आखिरी बात इसी प्रकार बोला, ഞാനും ജോസും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുക. मैं और जोश के बीच के जो संबंध को तोड़ने के लिए, पूर्ण रूप से तोड़ने के लिए सोच रखा है। അതുകൊണ്ട് ജോസുമായിട്ട് ഇനി ഒരു കുടുംബ ബന്ധമില്ല. इसलिए जोश के साथ एक पारिवारिक संबंध नहीं അവള് रहेगा। ശക്തിയോടുകൂടി എന്നോട് പറയുമ്പോൾ और इस प्रकार दृढ़ता से बोलती है तो ഞാൻ അവളോട് പറഞ്ഞു, मैंने उनसे कहा നിന്റെ ഈ കാര്യം നടത്തി കിട്ടാൻ വേണ്ടി ദൈവത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിക്കുന്നത്. तुम्हारी एक कार्य हो जाए उसी के लिए ईश्वरीय संगति में प्रार्थना करने के लिए ही मैंने നീ ഒരാഴ്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനത്തിൽ കൂടണം. तुम एक सप्ताह डिवाइन साधना केंद्र में आकर प्रार्थना में बैठे। ഈ ധ്യാനത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നത്, इस साधना के लिए मैं तुम्हें निमंत्रण दे रहा നീ हूँ। ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് വചനം കേട്ടാൽ, तुम ईश्वर के समक्ष आकर ईश्वरी वचन सुनोगे। ഒന്നുമില്ലെങ്കിൽ നീ ആഗ്രഹിക്കുന്ന കാര്യം, कुछ भी नहीं है तो जो कुछ तुम चाह रहे हो, ജോസുമായുള്ള ബന്ധം ഏർപ്പെടുത്തിയിട്ട് जोश के साथ का जो संबंध को तोड़ते हुए സന്തോഷത്തോടെയുള്ള സമാധാനത്തോടുള്ള ജീവിതം, खुशी से और शांति से जो जिंदगी, അതിന് നിനക്ക് സാധിക്കണമെങ്കിൽ ദൈവം സഹായിക്കണം. यदि वो भी करना है तो उसके लिए ईश्वर तुम्हें मदद करना है। ഇനി അതല്ല, यदि वो नहीं, വിവാഹം എന്ന കുദാശയിലൂടെ കർത്താവ് നിനക്ക് തന്ന നിന്റെ ഭർത്താവായ ജോസുമായിട്ട് वैहिक संस्कार के विवाह का जो संस्कार के जरिए ईश्वर तुम्हें प्रदान किए हुए जोश के साथ കഴിഞ്ഞ നാളുകളിലെ പ്രശ്നങ്ങളെ, ബുദ്ധിമുട്ടുകൾ, തകർച്ചകളെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് पिछले दिनों के जो कठिनाइयां, विपत्तियां, दुख सब कुछ ईश्वर के हाथों में सौंपते हुए, ജോസിനോട് ആത്മാർത്ഥമായി ക്ഷമിച്ച് ക്ഷമ ചോദിച്ച് जोश को मन से क्षमा देते हुए, क्षमा मांगते हुए, ഇപ്പോൾ അകന്നിരിക്കുന്നതായ ഈ ബന്ധം अभी जो अलग हुआ पड़ा हुआ ये संबंध കർത്താവ് കൂട്ടിയോജിപ്പിച്ച് കൂടുതൽ സന്തോഷത്തോടെ മുമ്പോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ, ईश्वर से जोड़ते हुए बड़े आनंद के साथ आगे ले जाने के लिए प्रभु यदि चाहते हैं तो അതിനുള്ള ശക്തിയും ക്ഷമിക്കാനുള്ള കൃപയും കർത്താവ് തരും. उसके लिए शक्ति एवं क्षमा करने का कृपा प्रभु प्रदान करेगा। അപ്പോൾ ഈ രണ്ട് കാര്യത്തിനായാലും तो ये दो कार्यों के लिए ദൈവത്തിന്റെ സഹായം നിനക്ക് ആവശ്യമാണ്. ईश्वर की जरूरत है तुम्हें। ആ സഹായത്തിന് വേണ്ടി നീ ഒരാഴ്ച വന്ന് ധ്യാനിക്കാതെ ഞാൻ പറയുന്നുള്ളൂ. ईश्वर की उस सहायता के लिए एक सप्ताह में आकर साधना में बैठे। എന്റെ ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ जब मेरी बातें सुनी तो ജോസിന്റെ ഭാര്യയായ മോളി ധ്യാനത്തിന് ഒരു 90% മനസ്സായി. जोश की पत्नी जो मोली इस कार्य के लिए 90% तैयार हुई। അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, उसने मेरे से इस प्रकार कहा, അച്ഛാ ഞാൻ ധ്യാനിക്കാൻ വരാം, फादर जी मैं आऊंगी साधना പക്ഷെ के ഒരു लिए, ബുദ്ധിമുട്ടുണ്ട്. लेकिन एक समस्या है। കഴിഞ്ഞ 5 വർഷമായിട്ട് എന്റെ ഇളയ മകൻ തളർന്നു കിടക്കുക. जो पिछले 5 सालों से मेरे छोटा बेटा अर्थाग्रोगी बना पड़ा ആ है। മകനെ കൊണ്ട് ഞാൻ ധ്യാനിക്കാൻ വന്നാൽ उस बेटे के साथ लेकर मैं उसे साधना में എനിക്ക് आऊंगी तो നന്നായിട്ട് ധ്യാനിക്കാനായിട്ട് സാധിക്കില്ല. मैं अच्छा से साधना में भाग नहीं ले पाएगा। അതുകൊണ്ട് തളർന്നു കിടക്കുന്ന എന്റെ മകന് इसलिए जो अर्थाग्रोगी पड़ा है जो ഒരാഴ്ച बेटा, അമ്മ വീട്ടിൽ നോക്കാനായിട്ട് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ ധ്യാനിക്കാൻ വരാം. एक माता जी उसको देखभाल करने के लिए तैयार होंगे तो मैं साधना में भाग लेने आऊंगी। അതുകൊണ്ട് അച്ഛൻ തന്നെ അമ്മയോടൊന്ന് പറയണം. इसलिए आप स्वयं अपने माँ से बता दीजिए। എനിക്ക് അമ്മയോട് സംസാരിക്കാൻ അല്പം വിഷമം തോന്നിയെങ്കിലും मानो फादर जी को माता जी से बात करने के लिए दुख लगा तो भी മകള് പറഞ്ഞനുസരിച്ച് ഞാൻ പറഞ്ഞു, അമ്മയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കും. बेटी कहने के कारण मैंने कहा माँ के हाथ में फोन दे दो। ആ അമ്മയോട് उस माता जी से എനിക്കറിയാവുന്ന എളിമയിലും വിനയത്തിലെല്ലാം ഞാൻ പറഞ്ഞു, जितना कुछ मैं जानता हूँ उतना ये नम्रता में उनसे बोल दिया। അമ്മച്ചി ചെറിയൊരു ഉപകാരം ചെയ്യാവോ? माता जी एक छोटी सी मदद करेगी। മകള് ഈ ആഴ്ചയില് ഡിവൈനിൽ ധ്യാനിക്കാമെന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. बेटी को एक सप्ताह इस साधना केंद्र में इस सप्ताह में आने के लिए बोला है। അവളുടെ ഇളയ മകൻ ആ തളർന്നു കിടക്കുന്ന കുഞ്ഞിനെ ഒന്ന് വീട്ടിൽ നോക്കാവോ? अपने बेटा जो छोटा बेटा अर्थाग्रोगी घर पे पड़ा है उसका देखभाल आप करोगी? എന്റെ സ്നേഹത്തോടെയുള്ള എളിമയോടുള്ള പറച്ചിൽ കേട്ടപ്പം അമ്മ തയ്യാറായെങ്കിലും സമ്മതിച്ചു. मेरे जो प्यार से जो नम्रता से जो मांग दिया ये बात तो माता जी इसके लिए हाँ किया। അമ്മ ആ ഇളയ ആ കുഞ്ഞിനെ നോക്കാമെന്ന് സമ്മതിച്ചു. ये छोटा बेटा जो अर्थाग्रोगी है उसको देखभाल करेंगे, माँ ने मान लिया। ജോസിന്റെ ഭാര്യ മോളി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിക്കാൻ വന്നു. जोश की पत्नी मोली डिवाइन साधना केंद्र में भाग लेने के लिए आए। ഭർത്താവിനോട് ഉള്ളിൽ വെറുപ്പും വൈരാഗ്യവും പ്രതികാര ചിന്തയുമായിട്ടാണ് വന്നത്. पति के प्रति बड़े घृणा, नफरत, बदलाव के भाव के साथ वो आई। കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് വചനം കേട്ടു. प्रभु के समक्ष बैठ के वचन सुना। ആ വചനത്തിലൂടെ उस वचन के जरिए നാളുകളായിട്ട് അവിടെ ഉള്ളിൽ കെട്ടിക്കിടന്ന कई समय से अपने भीतर जमा पड़ा हुआ ഭർത്താവിനുള്ള വെറുപ്പ്, വൈരാഗ്യം, ദേഷ്യം पति के प्रति जो गुस्सा, नफरत और घृणा ഓരോ ദിവസവും വചനം ഉള്ളിലേക്ക് കടന്നു വരുന്തോറും जब हर एक दिन वचन उनके भीतर में प्रवेश किया तो ആ വെറുപ്പിനെ, വൈരാഗ്യത്തെ, ദേഷ്യത്തെ उस नफरत को, गुस्सा को, बदलाव को കർത്താവിന്റെ കരങ്ങളിലേക്ക് അവൾ കൊടുത്തു. प्रभु के हाथों में उसने दिया। അവൾ ധ്യാന ദിവസങ്ങൾ കുമ്പസാരിക്കാൻ പോകുന്നതിന് മുമ്പ് वो पाप स्वीकार करने के लिए जाने से पहले അവിടെ ഉള്ളിൽ വലിയൊരു ചിന്തയായി.
वो उनका भीतर बड़ा शुद्ध हो गया। ഞങ്ങളുടെ ഈ കുടുംബ പ്രശ്നത്തിന്റെ കാരണം हमारे ये पारिवारिक समस्या के कारण ജോസ് അല്ല, ഞാനാണ്. जोश नहीं बल्कि मैं हूँ। എന്താണ് അവൾ അങ്ങനെ ചിന്തിക്കാൻ കാരണമെന്നറിയാവോ? क्यों उस प्रकार उन्होंने सोचा, कारण मालूम है? എന്നോട് ജോസ് മദ്യപിച്ച് വന്ന് സംസാരിച്ചപ്പോൾ, जब जोश शराब पीकर मेरे से बातें किया तो, ദേഷ്യപ്പെട്ടപ്പോൾ, जब गुस्सा किया तो, ക്രൂരമായി പെരുമാറിയപ്പോൾ, कठोर व्यवहार किया तो, ഞാൻ അവിടെ അപ്പോൾ ഒന്ന് ശാന്തത കാണിച്ചിരുന്നെങ്കിൽ, मैं यदि वहां पे थोड़ा शांत रहती तो, തറുതല എതിർപ്പ് പറയാതിരുന്നെങ്കിൽ, उल्टा शब्द नहीं बोला होते तो, അന്ന് ആ വഴക്കുണ്ടായാലായിരുന്നു. उस समय ऐसे नहीं होता, അന്ന് ആ പ്രശ്നം ഉണ്ടായാലായിരുന്നു. उस दिन उस समस्या नहीं होती। പക്ഷെ ആ പ്രശ്നത്തിലേക്ക് നയിക്കുവാൻ लेकिन उस समस्या की ओर ले जाने के लिए ഞാനാണ് കാരണക്കാരി. मैं ही कारण बनी। സ്നേഹമുള്ളവരെ, प्रियजनों, വചനത്തിലൂടെ वचन के അവിടെ जरिए ഉള്ളിനെ മാറ്റിമറിച്ചു. उनके भीतर को घुमा दिया। ജോസിന്റെ ഭാര്യ മോൾ ചിന്തിച്ചു, जोश की पत्नी मोली ने सोचा, ഈ ബന്ധ തകർച്ചയ്ക്ക് കാരണക്കാരി ഞാനാണ്. ये रिश्ता का टूटने का कारण मैं ही हूँ, എന്റെ ഭാഗത്താണ് തെറ്റുപറ്റിയത്. मेरे साइड में ही गलती हुआ है। സ്നേഹമുള്ളവരെ, प्रियजनों, അവൾ ജീവിത പങ്കാളിയായ ഭർത്താവിനോട് ക്ഷമ ചോദിച്ച് वो अपने जीवन साथी पति से क्षमा मांगी, നല്ലൊരു കുമ്പസാരം നടത്തി. एक अच्छा पाप स्वीकार किया। ധ്യാനത്തിന്റെ വ്യാഴാഴ്ച ദിവസം साधना के बृहस्पतिवार का दिन ദമ്പതികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ശുശ്രൂഷയാണ്. दंपतियों के लिए एक विशेष प्रार्थना शुश्रूषा था। ഈ പ്രാർത്ഥന ശുശ്രൂഷയിൽ इस प्रार्थना शुश्रूषा में ഭാര്യമാരെല്ലാം ഭർത്താക്കന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി सारे पत्नीगण अपने पति के समक्ष घुटना टेक कर അവരുടെ കാലിൽ പിടിച്ച് ക്ഷമ ചോദിക്കുന്ന ശുശ്രൂഷ. उनके पैरों को पकड़ के क्षमा मांगने वाले सेवा എല്ലാ कार्य। ഭാര്യമാരും ഭർത്താക്കന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയപ്പോൾ सारे पत्नीगण अपने पति के समक्ष घुटना टेके तो മോളി തന്റെ ഭർത്താവ് ജോസിന്റെ മുമ്പിൽ മുട്ടുകുത്തി मोली अपने पति जोश के समक्ष घुटना टेकी, ആ ജോസിന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് जोश के पैरों में लपटे हुए കണ്ണീരോടെ ക്ഷമ ചോദിച്ചു. आंसू बहाते हुए क्षमा मांगी। മോളിയുടെ കണ്ണിൽ നിന്നും അനുതാപത്തിന്റെ കണ്ണീർ मोली के आंखों से पश्चाताप के आंसू ജോസിന്റെ കാൽച്ചുവട്ടിൽ ഇറ്റിറ്റ് വീണപ്പോൾ जोश के पैरों पर जब बूंद बूंद गिरा तो ആ കാൽച്ചുവട്ടിൽ വീണ കണ്ണീരിന്റെ നനവ്, वो पैरों पर गिरा पड़ा हुआ जो आंसू का जो ആ भिगोना, കണ്ണീരിന്റെ നനവിൽ वो आंसू की जो भिगने पर മുറിവുകൾ ഏറ്റെടുക്കുകയും മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന യേശുക്രിസ്തു, घावों को अपनाने वाला, घावों को चंगा करने वाला प्रभु यीशु, അവരെ കൂട്ടിയോജിപ്പിച്ച കർത്താവ് उनको एकत्र किए हुए प्रभु ഈ ईश्वर മോളിയിലൂടെ ജോസിന്റെ മനസ്സേറ്റ മുറിവുകളെ മുഴുവൻ ഏറ്റെടുത്ത് സൗഖ്യം നൽകി. इस मोली के जरिए जो जोश के मन को भी चंगा किया, തുടർന്ന് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലുകൾ ഒടിക്കുകയാണ്. और उसके बाद पतिगण पत्नियों के समक्ष घुटना टेककर उनके पैरों पर पकड़ते हैं। ജോസ് ഭാര്യ മോളിയുടെ മുമ്പിൽ മുട്ടുകുത്തി അവരുടെ കാലിൽ പിടിച്ച് जोश पत्नी अपने मोली के पैरों पर पकड़ते हुए അവന്റെ മുഖം ഭാര്യയുടെ കാൽച്ചുവട്ടിലേക്ക് ചേർത്ത് വെക്കുകയാണ്. उनके दुख पत्नी के पैरों से जोड़ रखते हैं। ആ മുഖം ചേർത്ത് വെച്ചപ്പോൾ जब उनका नयन उनका चेहरा उसके पैरों ജോസിന്റെ पर കണ്ണിൽ रखा, നിന്നും ഒഴുകിയ കണ്ണീരിന്റെ നനവ്, जोश के आंखों से बाहर निकले आंसू का जो भिगोने ആ से കണ്ണീരിന്റെ നനവ് മോളിയുടെ പാദങ്ങൾ കഴുകി. वो आंसू के जो भिंगना मोली के पैरों को धो लिया। അന്ന് വരെ ജോസിനോടുണ്ടായിരുന്ന അവിടെ ഉള്ളിലെ ഇഷ്ടക്കുറവ്, സ്നേഹക്കുറവ്, तब तक जो उनके प्रति जो गुस्सा था, नफरत था, വെറുപ്പ്, ദേഷ്യം, വൈരാഗ്യം, गुस्सा, घृणा और बदलाव का भाव, ഇത് മുഴുവൻ ആ ശുശ്രൂഷയിൽ ഈശോ ഏറ്റെടുത്തു. उन सब बातों को उस शुश्रूषा में प्रभु यीशु अपना लिया। യേശു മോളിയുടെ മനസ്സിൽ സൗഖ്യം നൽകി, यीशु मोली के मन में चंगाई प्रदान किया, നല്ല ധൈര്യവും ശക്തിയും നൽകി. बड़ा धैर्य एवं शक्ति प्रदान किया। ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ जब वो शुश्रूषा समाप्त होने पर മോളിയും ജോസും പരസ്പരം മുഖത്തോട് മുഖം നോക്കി मोली एवं जोश आपस में एक दूसरे की ओर देखा, പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ധൈര്യപൂർവ്വം പറഞ്ഞു, मुस्कुराने वाले चेहरा के साथ धैर्य समेत कहा, ഇനി ഒരിക്കലും നമ്മൾ വേർപെടുകയില്ല. आगे कभी भी हम अलग नहीं होंगे। മരണം വരെ ഒന്നിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുത്തു കഴിഞ്ഞു. मृत्यु तक एक साथ जीवन बिताने वाला निर्णय ले चुका है। പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രിയിൽ ആന്തരിക സൗഖ്യ ആരാധനയുടെ സമയത്ത് उस दिन रात्रि में आंतरिक चंगाई की आराधना के समय അവർ രണ്ടുപേരും തിരുവോസ്ത രൂപനായ കർത്താവിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുകയാണ്. वे दोनों पवित्र रोटी रूप प्रभु यीशु के समक्ष घुटना टेक कर प्रार्थना किया। മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അവരുടെ ഉള്ളിൽ വലിയൊരു വേദന ഉണ്ടായിരുന്നു. घुटना टेक कर प्रार्थना करने वाले उन लोगों के मन में एक दर्द था। ആ വേദനയുടെ കാരണം वो दर्द का कारण കഴിഞ്ഞ 5 വർഷങ്ങളായി पिछले 5 सालों से ജന്മനാ തളർന്നു കിടക്കുന്ന ഇളയ മകൻ, जन्म से अर्धांगरोगी पड़ा हुआ छोटा बेटा, അതിന്റെ കാരണക്കാരായ അവർ രണ്ടുപേരും उसका कारण है दोनों ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ മുമ്പിൽ आंतरिक चंगाई प्रदान करने वाले प्रभु के समक्ष ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചു. एक ही मन से प्रार्थना किया, കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ കിടക്കുന്ന തളർന്ന ഇളയ മകന് हे प्रभु हमारे भवन में पड़े हुए अर्धांगरोगी छोटे बेटे നീ സുഖപ്പെടുത്തി അനുഗ്രഹിക്കണേ. आप उन्हें स्वास्थ्य देते हुए अनुग्रह ആ करें। ആന്തരിക സൗഖ്യ ആരാധനയിൽ അവർ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഇളയ മകന്റെ സൗഖ്യത്തിന് വേണ്ടിയാണ്. उस आंतरिक चंगाई की आराधना में सबसे ज्यादा अपने छोटे बेटे के स्वास्थ्य के लिए उन्होंने प्रार्थना സ്നേഹമുള്ളവരെ, किया। ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ മലയാള ധ്യാനത്തിൽ
प्रियजनों, डिवाइन साधना केंद्र के मलयालम साधना में വ്യാഴാഴ്ച ദിവസം ആന്തരിക സൗഖ്യ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ बृहस्पतिवार का दिन आंतरिक चंगाई की आराधना चला रहे थे, तब എന്റെ മുറിയിലെ ലാൻഡ് ഫോണിൽ ഒരു ഫോൺ വരികയാണ്. मेरे कमरे में एक फोन आया. ഞാൻ ആ ഫോൺ അറ്റൻഡ് ചെയ്തു. मैंने उस फोन को अटेंड किया. ആ ഫോണിന്റെ അങ്ങേ തലയ്ക്കുള്ളത് उस फोन के उस दूसरे तरफ में മോളിയുടെ അമ്മയാണ്. मोली की मम्मी थी. ആ അമ്മയാണ് എന്ന സ്വരം കേട്ടപ്പോൾ जब वही माता है आवाज सुनने पर എനിക്ക് പെട്ടെന്ന് ഒരു അസ്വസ്ഥത തോന്നി. मुझे थोड़ा बेचैनी लगा. ധ്യാനം നിർത്തി ഉടനെ തന്നെ മോളിയെ പറഞ്ഞു വിടാനായിരിക്കുമെന്ന് ഞാൻ കരുതി. मैंने सोचा साधना समाप्त करते तुरंत ही मोली को वापस भेजने के लिए होगा. അപ്പോൾ ആ അമ്മയുടെ വാക്കുകൾ സന്തോഷത്തിന്റെ വാക്കുകളാണ്. तब उस माता जी के जो शब्द खुशी के ആ शब्द അമ്മ लगा. എന്നോട് ഫോണിലൂടെ പറയുകയാണ്, उस माता जी मुझसे फोन से कह रहे थी, അച്ഛാ, फादर जी 5 വർഷമായിട്ട് തളർന്നു കടന്നിരുന്ന മോളിയുടെയും ജോസിന്റെയും മകൻ 5 साल से अर्धाग्रोगी पड़ा हुआ मोली एवं जोश का जो बेटा അല്പസമയം മുമ്പ് വീട്ടിൽ എഴുന്നേറ്റ് നടക്കുകയാണ്. थोड़ी समय से पहले वो अपने घर में उठ के चल അന്നേരം रहा है. നടക്കാതിരുന്ന മകൻ വീട്ടിൽ എഴുന്നേറ്റ് നടക്കുന്നു. 5 सालों से नहीं चल पा रहे थे, वो लड़का घर पे उठ के चल रहा ആ है. സന്തോഷ വാർത്തയാണ് ഫോണിലൂടെ അമ്മേനോട് പറയുന്നത്. उस खुशखबरी को फोन के जरिए मोली की माँ मुझे सुनाई. ഞാൻ ഇത് അറിഞ്ഞെങ്കിലും അവരെ വിളിച്ചു പറഞ്ഞില്ല. मानो ये बात मुझे मिला तब भी मैंने उनको ये बात खबर नहीं दिया. പിറ്റേ ദിവസം ധ്യാനം കഴിഞ്ഞ് 2 പേരും എന്റെ അടുക്കൽ വന്നു. अगला दिन साधना के बाद दोनों मेरे पास आए. ജോസിന്റെയും മോളിയുടെയും മുഖത്ത് വലിയ സന്തോഷമാണ്. जोश एवं मोली के चेहरे पे बहुत आनंद था. ഞാൻ അവരോട് പറഞ്ഞു, मैंने उनसे कहा, ജോസ് മോളിനെയും കൊണ്ട് മോളിയുടെ ഭവനത്തിലേക്ക് ചെല്ലണം. जोश मोली को लेते हुए मोली के घर में जाना है. അവരുടെ മാതാപിതാക്കന്മാരെല്ലാം പോയി ക്ഷമ ചോദിക്കണം. उनके माता पिताओं को सब जाकर क्षमा मांगना है. നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ഒരു അടയാളം കാണിച്ചു തരും. जब तुम लोग घर पहुंचोगे तो प्रभु आपके लिए एक चिन्ह दिखाएगा. മോളിയുടെ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറി ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ मोली के घर जाने वाले बस में चढ़ के बस स्टॉप में उतरी तो ജോസും മോളിയും ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി നിന്നപ്പോൾ കണ്ട കാഴ്ച, जब जोश और मोली बस स्टॉप में उतर के गाड़ी थी तो देखा हुआ दृश्य, അന്ന് വരെ നടക്കാതിരുന്ന അവരുടെ ഇളയ മകൻ तब तक कभी भी नहीं चल पाया हुआ उनका छोटा बेटा മറ്റ് 2 ആൺമക്കളോട് കൂടി बाकी दूसरा दोनों बेटों के साथ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇവരെ സ്വീകരിക്കാനായിട്ട് വരുന്ന കാഴ്ചയാണ് ആ മാതാപിതാക്കന്മാർ കണ്ടത്. बस स्टॉप में माता पिताओं को स्वीकार करने के लिए आकर खड़े हुए दृश्य उन माता पिताओं को देख पाया. പ്രൈസ് ദി ലോർഡ്.